നിങ്ങളുടെ ആവശ്യം എന്താണ്? നിങ്ങളുടെ രക്ഷിതാക്കൾ എന്നുള്ള രീതിയിൽ ഉന്നയിക്കുന്ന ആവശ്യം എന്താണ്? കഴിഞ്ഞ വർഷം ഇതേപോലെ ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ ഒരു ആത്മഹത്യ നടന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം സ്കൂളിൽ. ആ കേസും ആ ആത്മഹത്യ എന്താണെന്ന് കൃത്യമായി അന്വേഷിക്കണം. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ കാര്യം ഡിവിഷൻ മാറ്റിക്കൊണ്ട് ഒരു പക്ഷേ അവർ രക്ഷിതാക്കളെ ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. ആ കുട്ടി മാനസികമായിട്ട് തയ്യാറായിട്ടില്ല. അവർ ഒന്ന് രണ്ട് വർഷം ഒന്നിച്ചിരുന്ന കുട്ടിയെ പെട്ടെന്ന് മാറ്റുന്നതിലുള്ള വിഷയം രക്ഷിതാക്കൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും. പക്ഷേ ആ കുട്ടി അത് ഉൾക്കൊണ്ടിട്ടില്ല. ആ മാനസിക പീഡനം കൊണ്ട് ഉണ്ടോ എന്ന് സംശയമുണ്ട്. ഇതിപ്പോൾ പലപ്പോഴും രക്ഷിതാക്കളൊക്കെ അടക്കം പറഞ്ഞിരുന്നേ ഈ കുട്ടി ഈ കാര്യങ്ങൾ ചില അധ്യാപകരോട് പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഈ കുട്ടി മാനസിക വിഷമത്തെക്കുറിച്ച് അധ്യാപകരോട് പറഞ്ഞു? പല അധ്യാപകരോടും ഈ കുട്ടി പല വിഷയങ്ങളും സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇത് അവർ കുട്ടി പഠിക്കാൻ ലേശം മോശമുള്ള കുട്ടികളെ അപ്പം തന്നെ നീ ഇവിടുന്ന് ടി സി വാങ്ങി വേറെ പഠിക്കാതെ പോയിക്കോ, നീ ഇവിടെ പഠിക്കേണ്ട എന്നുള്ള രീതിയിൽ അവരുടെ സമീപനം. മാർക്ക് കുറഞ്ഞ കുട്ടികളെ ഇവിടുന്ന് മാറ്റിക്കൊണ്ട് മറ്റുള്ള സ്കൂളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക. അതാണ് ഇവരുടെ പണി. പഠിക്കുന്ന കുട്ടികളെ മാത്രം സെലക്ട് ചെയ്യുക. അതുപോലെ ഷൂ ഇടാതെ വന്ന കുട്ടികളെ അടിക്കുക, ചവിട്ടുക തുടങ്ങിയിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇത്തരം രീതികൾ ഇവിടെ തുടരാൻ കഴിയില്ല. അതായത് എന്താണ് യൂണിഫോം ഇടാത്തത്. അതുപോലെ തന്നെ ഇവിടെ സ്കൂൾ ഈ കാലത്ത് നിറയെ കുട്ടികൾ വരികയാണ്. അപ്പോൾ ഗേറ്റിന്റെ പുറത്താണ് കുട്ടികളെ ഇറക്കി വിടുക. കുട്ടികളെ ഇത്രയും വലിയ ഗ്രൗണ്ട് ഉണ്ടായിട്ട് സ്കൂളിന്റെ ഉള്ളിൽ കൊടുന്ന് ഇറക്കി വിട്ടിട്ട് ബസ് പോയാൽ മതി. പുറത്ത് വെച്ച് ഇറക്കി വിട്ട് റോഡുകൾ ക്ലോസ് ചെയ്യുമ്പോൾ പല അപകടങ്ങളും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അങ്ങനെ പലതരത്തിലുള്ള വീഴ്ചകൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് പരിഹരിക്കപ്പെടണം. അതായത് ഈ കുട്ടിയെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണോ ഇവിടെ ഡിവിഷനായിട്ട് തിരിച്ച് ഇരുത്തുന്നത്? മാർക്ക് അടിസ്ഥാനത്തിൽ ഇവർ ഓരോ 70%, 80% ഇങ്ങനെ പെർസെൻറ്റേജ് വൈസ് ഓരോ ക്ലാസ്സിലേക്ക് മാറ്റി. അപ്പോൾ മക്കളെയൊക്കെ അങ്ങനെ ഇരുത്തിയിട്ടുണ്ടോ? എൻ്റെ മോളെ ചെയ്യുന്നു. എൻ്റെ മോള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അവളെ ഈ ദിവസം വന്നിട്ട് പറഞ്ഞു, വെച്ചാൽ ഇങ്ങനെ എന്നെ ക്ലാസ് മാറ്റി, എൻ്റെ ഫ്രണ്ട്സൊന്നും കൂടിയില്ല, ഫ്രണ്ട്സൊക്കെ മാറിപ്പോയി. അപ്പോൾ 4 ആളുണ്ടെങ്കിൽ 4 ഡിവിഷനിലേക്ക് മാറ്റി. ആർക്കെതിരെ നടപടി വേണമെന്നാണ് നിങ്ങളുടെ ആവശ്യം? സ്കൂൾ അധികൃതരല്ലേ ചെയ്യുന്നത്, അവർക്കെതിരെ അതിൽ ഷഫ്ലിംഗ് ആവശ്യം. പ്രിൻസിപ്പാളല്ലേ അതിനുള്ള നിർദ്ദേശം കൊടുത്തത്. അത് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ രക്ഷിതാക്കളെ വിളിച്ച്, മാർക്ക് കുറവാണെങ്കിൽ അവർ ഇതിൻ്റെ മുമ്പുണ്ടായിരുന്നോ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ ഈവനിങ് ഈ 4 കുട്ടികളുണ്ടെങ്കിൽ 4 കുട്ടികൾക്ക് എക്സ്ട്രാ ട്യൂഷൻ കൊടുത്ത് കൂടെ കൊണ്ടുപോയിരുന്നു. പക്ഷേ ഡിവിഷൻ മാറ്റിയിരുന്നില്ല, ഇത് ക്ലാസ് മാറ്റുക എന്ന്. അപ്പം എന്താ വെച്ചാൽ കുട്ടികൾക്ക് മെൻ്റലി ഫ്രണ്ട്ഷിപ്പ് പോയി. അതേപോലെ കുട്ടികളോട് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് ഇതോടുകൂടെ നിർത്തണം, ഫ്രണ്ട്ഷിപ്പ് പാടില്ല, പഠനം മാത്രം, ലീവ് എടുക്കരുത്, അസുഖം കാണിച്ചാലും വന്നോളണം. ആ രീതിയിലുള്ള സംസാരങ്ങളാണ് ഇവർ ചെയ്യുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് പ്രജീഷ് രക്ഷിതാക്കൾ ഉന്നയിക്കുന്നത്.